ഞാൻ കൺഫേം ചെയ്തു. കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ട് കൺഫേം ചെയ്തു. ഇന്ത്യയുടെ 5 ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമാണ്. മെയ് 7, 2025. നമുക്ക് നഷ്ടപ്പെട്ടത് 5 അല്ല 7 എയർക്രാഫ്റ്റ് ആണ്. എന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി മാത്യൂസേ? നമ്മുടെ ചാനൽ അങ്ങോട്ട് പോയി അല്ലേ? എത്ര പേര് അറിഞ്ഞെന്നറിയില്ല. നമ്മുടെ മാത്തപ്പന്റെ ചാനൽ തൽക്കാലം നമ്മുടെ ഗവൺമെന്റ് നാഷണൽ സെക്യൂരിറ്റി സൈഡിൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് ചാനലിൽ കുത്തിയിരുന്നിട്ട് ഇമാതിരി കള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ട പോലെ ആരൊക്കെ കംപ്ലൈന്റ് ചെയ്തു. ഇല്ലാത്ത കഥകളല്ലേ പറയുന്നത്. ഇന്ത്യയുടെ 5 വിമാനം തകർത്തിട്ടു പാകിസ്ഥാൻ, ഇന്ത്യയുടെ 7 വിമാനം പാകിസ്ഥാൻ തകർത്തിട്ടു. പണ്ട് ഞാനങ്ങ് ആസാമിലായിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇന്ത്യയുടെ അതാണ്, ഇന്ത്യയുടെ ഇതാണ്. ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചു, എടാ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഹെഡൊക്കെ നിന്റെ പോക്കറ്റിലാണോ? നീ ആയിട്ട് വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരാൾക്കും അറിയില്ല, പാകിസ്ഥാനിന് അറിയില്ല, ഇന്ത്യൻ എയർഫോഴ്സിന് അറിയില്ല, ഇന്ത്യൻ ആർമിക്ക് പോലും അറിയാത്ത കാര്യം നീ അങ്ങോട്ട് വിളിച്ചു വരുമ്പോൾ നിന്നോട് ചുരത്തി തരാൻ അയാൾ എന്താ നിന്നോടൊക്കെ പറയേണ്ടത്? ഏതായാലും മാത്യൂസ് അത് കാണാൻ ചാൻസ് ഇല്ല, കാരണം പുള്ളിയുടെ ചാനൽ അടിച്ചു പോയിട്ടുണ്ട്. ഇതേ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ മാത്യു സാമുവൽ ഇറക്കിയ പോലത്തെ വ്യാജ വാർത്തകൾ കൊടുത്തിട്ടൊരു ചാനലിൽ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതേ സ്ഥാനത്ത് അവന്റെ അങ്ങനത്തെ ഒരാളുടെ ചാനൽ അങ്ങ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവനെന്ന് പൊങ്കാലിടൂലെ നമ്മുടെ നാട്ടിലെ സംഘികൾ. നമ്മുടെ നാട്ടിലെ പല സംഘപുത്രന്മാരുടെ ഒരുപാട് ചാനലുകളും ന്യൂസ് ചാനലുകളും മലൻ TV പോലത്തെ, ക്രീമി ന്യൂസ് പോലത്തെ, ABC മലയാളം പോലത്തെ, നമ്മുടെ നാട്ടിലെ എച്ചിൽ മുസ്ലിങ്ങളായിട്ടുള്ള അരിപ്പനും മറ്റേ കാമിതയും, ഇങ്ങനത്തെ എത്ര പേരുണ്ട്. നമ്മുടെ ഫസൽ കാരാട്ടും ഇവരെല്ലാവരും കൂടെ വന്ന് അവനെ തീർത്തേനെ അല്ലേ? ഇങ്ങനെ ന്യൂസ് ഇട്ടിരുന്നെങ്കിൽ പൊങ്കാലി അവന്മാർക്ക് പെരുന്നാളിനെ ഇറച്ചി വീട്ടിൽ കിട്ടിയ അവസ്ഥയായിരിക്കും, ഉത്സവമായിരിക്കും. അപ്പൊ മാത്യുവിൻ്റെ ആയതുകൊണ്ട് ആരും കാമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ആകെ മിണ്ടിയത് നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ TG നമ്മുടെ വെറൈൻ മോഹൻദാസ് തന്നെയാണ് മിണ്ടിയത്. പുള്ളി മാത്രം ഒന്ന് സംസാരിച്ചു, പക്ഷെ പുള്ളിയും പേര് പറഞ്ഞില്ല. നമ്മുടെ മാത്യു സാമുവലിന്റെ പേര് എവിടെയും പറഞ്ഞില്ല. ഇങ്ങനെ ചില പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ്, ഇന്ത്യ വിരോധം അല്ലെങ്കിൽ മോദി വിരോധം കൊണ്ട് നടക്കുന്ന ചില പാകിസ്ഥാൻ നമ്മുടെ നാട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട്, ഇന്ത്യയുടെ അകത്ത് തന്നെ ഉണ്ട്. അവിടുത്തെ ചില ആളുകൾ വീഡിയോ ഇട്ടു. ഇത് കേൾക്കുന്ന പുറത്ത് നിൽക്കുന്ന ഒരാളെന്താ വിചാരിക്കാറോ? ഏതോ മുസ്ലിം അല്ലേ? കാരണം ഈ മാത്യു സാമുവൽ തന്നെ പെരട്ട തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ മിനി താലിബാൻ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങ് മലപ്പുറത്തുണ്ട്, മിനി പാകിസ്ഥാൻ കോഴിക്കോട് മലപ്പുറമാണെന്ന് പറഞ്ഞ് നടന്നത് വരാം. അപ്പം ഇതൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരെന്താ വിചാരിക്കുക? ഏതോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനത്തെ ന്യൂസ് ഇട്ടിട്ടുണ്ട്, അവന്റെ ചാനൽ പൂട്ടിപ്പോയി. അത് നമ്മുടെ TG വളരെ ഭയങ്കര ക്രൂക്കടാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മാത്യുവിന്റെ പേര് പറയാണ്ട് പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ്, ഇന്ത്യ വിരുദ്ധത എന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങ് എടുത്ത് വെച്ചിരിക്കുക ചെയ്തത്. കേൾക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഒരു മനസ്സുഖാണ് മനസ്സ്. അതായത് ഇടക്കുന്ന ഒരു ചെറിയ തിരിങ്ങനെ കൊളുത്തി വെച്ചു കൊടുക്കുക മൂട്ടിലെ, ഈ പാവസംഖ്യകളുടെ മൂട്ടില് ഒരു തിരിങ്ങനെ കൊളുത്തി കഴിയുമ്പോൾ അവിടെ കത്തിക്കോളൂ. പക്ഷെ മാത്യുവിനെ അറിയണം, മാത്യു ഇട്ട വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നത് മാത്യു ആണ്.